Namaste, welcome to our channel, The Wheel of Fortune 7 Tarot. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ടില്ലേ? കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, കുറേ വീഡിയോസ് ഇപ്പോൾ 5 days ആയി വീഡിയോസ് ഇടാണ്ടല്ലേ. അപ്പം ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 4 വീഡിയോസ് കൂടി ഇടണം. ഇന്ന് 5ാമത്തെ ദിവസമാണല്ലോ, അപ്പം 4 വീഡിയോസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണം അല്ലേ. ഓക്കെ, നാളെ മുതൽ 2 വീഡിയോസ് നമുക്കിടാം. രാവിലെ ഒരു വീഡിയോ, പിന്നെ വൈകിട്ടൊരു വീഡിയോയും കൂടി ആഡ് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് പെൻറ്റാക്കിൾസ്. നമ്മളുടെ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ ഷോർട്സ് അടിയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ആ ലിങ്ക് പോയി കാണുക. നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസിൻ്റെ ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് കൊണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവണം, നിങ്ങളിലേക്കും ആ ഒരു പ്രൊഡക്ട്സൊക്കെ എത്തണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇപ്പം ഞങ്ങൾ ഓൺലൈൻ ഡെലിവറീസ് അവൈലബിൾ ആണ്. ഓൾ കേരള ഷിപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നുള്ളത്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് നമ്മളുടെ ഓരോ പുതിയ കളക്ഷൻസ് വരുന്നതും നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ വഴി ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന ഡ്രസ്സ് മോഡലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്സൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ആഗ്രഹിച്ച രീതിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നെത്തിയതും ഒക്കെ അതിന് വലിയ ഒരു താങ്ക്സ് എനിക്ക് യൂണിവേഴ്സിനോട് പറയാനുണ്ട്. അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ റീൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, ഷോർട്സ് ഷെയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് കാണുക കേട്ടോ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ്. Ace of Swords, അപ്പം ഞാൻ ഈ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ് വരുമ്പോൾ ഞാൻ ഡൗട്ട് അടിച്ചു, ദൈവമേ ഇതെന്താ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ് വന്നേക്കുന്നത്? ഓൾറെഡി ക്യൂൻ ഓഫ് കപ്സ് വന്നല്ലോ. പക്ഷെ അതല്ല, ബിക്കോസ് ഇവിടെ കിങ് ഓഫ് പെൻറ്റാക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ്, കിങ് ഓഫ് പെൻറ്റാക്കിൾസ് പെയേഴ്സ് ആണ്, ഡിവൈൻ കൗണ്ടർ പാർട്സ്. ഏസ് ഓഫ് കപ്സ്, 2 of Swords, Five of Pentacles, 8 of Cups. ഓക്കെ, നമുക്ക് ഈ കാർഡ്സ് വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. കുറേ നാളായിട്ട് ക്ലാരിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ സൈൻസ് നോക്കുമ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ, ജെമിനി, ലിബ്ര, അക്വേരിയസ് എയർ സൈൻ, ദെൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് വാട്ടർ സൈൻ. ഇത്രയും സൈൻസ് അവൈലബിൾ ആണ്, ആക്റ്റീവാണ്. ബട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസൻറ്റ് എനർജീസ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തേക്കാണ്. ഐ ഡോണ്ട് നോ വൈ, പക്ഷേ ഈ ഒരു വ്യക്തി ഈ റിലേഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു മെയിൻ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും കടബാധ്യതകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കടബാധ്യതകൾ കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കരമായിട്ടും ബാധ്യതകളുള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെസ്, അതുപോലെ തന്നെ ഈ ഒരു കാര്യം എല്ലാം കൂടി ആൾക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ടായിരിക്കും ആൾ ഈ റിലേഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓൾറെഡി ആൾ മാരീഡ് ആയിരിക്കാം, മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഈഗോ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ട് എന്താണ്? 8 of Cups ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ 8 of Cupsഉം 5 of Pentaclesൻ്റെ എനർജീസും കൂടി നോക്കുമ്പോൾ
രണ്ടിലും എന്താണ്, മൂവ് ചെയ്യുന്ന എനർജിയാണ്. അപ്പം ഇവിടെ ആൾ പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഈ 8 ഓഫ് കപ്സിലും പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ആൾ മൂവ് ചെയ്യുന്നത്. കാരണം പ്രാക്ടിക്കലായിട്ട് ആൾ മൂവ് ചെയ്തിരുന്നില്ലെങ്കിൽ ഈ 8 ഓഫ് കപ്സിൻ്റെ ഈ ഒരു കപ്സ് മീൻസ് ഇമോഷൻസ് ആണ്. ഈ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു റിലേഷൻ ഈ ഒരു നിലയിൽ വരില്ലായിരുന്നു. അപ്പോൾ ആൾ പ്രാക്ടിക്കലായിട്ടാണ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ റിലേഷനെ വേണ്ട എന്ന് വെച്ച് മനഃപൂർവ്വം ഈ ഒരു വ്യക്തി ആൾക്കുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഭയങ്കര ആളുടെ ഈഗോ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയിൽ ആളെന്താണ് ഭയങ്കരമായിട്ടും എന്താ പറയുക, ആളുടെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് മെയിൻ കാര്യം. പുള്ളിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർ ജീവിച്ചോ അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ളതിലുപരി ആളുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം കാര്യം സിന്ദാബാദ്. ഈ ഒരു എനർജി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ദഹിക്കുന്നുണ്ടാവില്ല ഇവരെന്താണ് എൻ്റെ പേഴ്സണെ കുറിച്ചിട്ട് പറയുന്നുള്ളത്. ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള ഒരു എനർജി ആളുടെ ഇതാണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ഈ ഒരു ടൈമിൽ ആളുടെ കറണ്ട് എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ആൾ ഹേർട്ടാണ്, പുള്ളിയും ഹേർട്ടാണ്, നിങ്ങളുടെ വ്യക്തിയും ഹേർട്ടാണ്. കാരണം റിലേഷനിൽ നിന്ന് മൂവ് ചെയ്തു പോയല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഒത്തിരിയൊക്കെ ഒത്തിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് മാറിയ സാഹചര്യങ്ങളുമായിട്ട്. പക്ഷേ ആൾക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും പറ്റുന്നില്ല. നല്ല രീതിക്ക് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ആൾ. സ്റ്റിൽ ആളുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളത്. അപ്പോൾ ആൾക്ക് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആളുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സിനെ ആൾക്ക് സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ഒരിക്കലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം നല്ല രീതിക്ക് ഹേർട്ടാണ്. പക്ഷേ ആ ഹേർട്ട് ആണ് എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും പുള്ളി അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഡസൻറ്റ് മാറ്റർ മെയിലാണോ ഫീമെയിലാണോ, ബിക്കോസ് ജെൻഡർലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ മെയിലാണെങ്കിലും ഫീമെയിലാണ് അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷനിൽ ഈ ഒരു റീഡിംഗ് എടുക്കുക. കാരണം എനിക്ക് പറയാൻ കംഫർട്ടായിട്ടുള്ള രീതിക്കായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. എന്നും അതിന് അർത്ഥം മെയിലിന് വേണ്ടിയിട്ട് മെയിൽ വ്യൂവേഴ്സിനുള്ള റീഡിങ്സ് മാത്രമാണെന്നുള്ളതല്ല കേട്ടോ. അങ്ങനെയൊക്കെ കമൻസുകൾ ഇടുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ഇവർക്കറിയാം ഓൾറെഡി. ഇവരിപ്പം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരിക്കും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തിനെ, ഇവരുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി. സ്റ്റിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടാണ് ഈ റിലേഷനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് അറിയാം. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ അത്ര ട്രസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജീസാണ്. ശരിക്കും ആളും ഹേർട്ടാണ്. പുള്ളിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് ആൾ കൂടിയിരിക്കുന്നുള്ളത്. നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുമോ അത് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുമോ എന്നുള്ള രീതിക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളും ഇരിക്കുന്നുള്ളത്. ഇപ്പോൾ ആരെയാണ് ആൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്കില്ല. നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. വൈ ഹിയർ ഈസ് 2 ഓഫ് സോൾസ് ഡിവൈൻ. മൊമെൻറ്റ് നിങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളൊരു വളരെ ക്ഷമയുടെ ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചത് വല്ലാത്തൊരു ടാസ്ക്കാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ ഡീൽ ചെയ്തുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ശരിക്കും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. മാക്സിമം ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും കടന്നു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാലാവധി എങ്ങനെയെങ്കിലും കടന്നു പോകണം എന്നൊക്കെ ഉള്ള രീതിക്ക് എങ്ങനെയും ഓരോ നിമിഷത്തിനെയും തള്ളി നീക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് സമയം ഒന്ന് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഫോർ സം ഓഫ് യു ഇവിടെ നിങ്ങളെ റിലേഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി മൂവ് ചെയ്തിട്ട് 5 months ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 5 years ആയിട്ടുണ്ടാവാം, 5 weeks ആയിരിക്കാം, 5 days ആയിരിക്കാം. ആണെങ്കിലും ഈ റിലേഷനിൽ ഈ ഒരു വ്യക്തിയിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻ ആവാനുള്ള ചാൻസസ് ആണ് എനിക്കിവിടെ കാണുന്നത്. അപ്പം ഒരു റിലേഷൻ എന്ന് പറയുമ്പം എന്താണ്, അതിൽ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ നമ്മൾ പറയത്തില്ലേ, മോശപ്പെട്ടിട്ടുള്ളൊരു സമയം ഉണ്ടാവും, നല്ലൊരു സമയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വളരെ മോശപ്പെട്ടിട്ടുള്ളൊരു സമയത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഒട്ടും ഹാപ്പി ആയിരിക്കില്ല അവരുടെ ലൈഫിൽ. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ചെറുതായി അവരുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാവും. ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആൾ ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആളുടെ റിലേഷനിൽ ഇപ്പം നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷനെ ആൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആളും ഒത്തിരിയധികം ചേഞ്ച് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കറിയാം, നമ്മൾ പറയത്തില്ലേ കുറേ നമ്മളിങ്ങനെ ഒരാളെ വിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ഒരു അഭാവം നമുക്ക് പെട്ടെന്ന് വരുന്നുണ്ടാവും. ഒരു മിനിറ്റ്, നമുക്കൊരു അഭാവം പെട്ടെന്ന് വരുന്നുണ്ടാവും എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും. അപ്പം ആ
ആ ഒരു അഭാവം ഈ ഒരു വ്യക്തിക്കും ഉണ്ട്. പക്ഷെ മാക്സിമം ആൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം ഇല്ലായ്മേനെയൊക്കെ എന്തെന്ന് സെറ്റാക്കി എടുക്കാൻ ആൾ ശ്രമിക്കുന്നുണ്ട്. ട്രാവലിങ്ങിൻ്റെ കാർഡ് അതാണ് പറഞ്ഞത്. ട്രാവലിങ്ങിൻ്റെ കാർഡ് എന്താണ്, നമ്മൾ മാറിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു എനർജീസാണ് ട്രാവലിംഗ് കാർഡ്സ് കാണിക്കുന്നുള്ളത്. അപ്പം ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഈ നിങ്ങളുടെ ഈ റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു എനർജി ഷിഫ്റ്റുകൾ വരുന്നുണ്ട്. Why here is 3 of Swords? കോംപ്രമൈസ്. ഇവർ വളരെയധികം ഐസൊലേഷൻ ഫേസിലൂടെയാണ് ഈ ഒരു ടൈമിലുള്ളത്. കണ്ടില്ലേ, ഐസൊലേഷൻ്റെ കാർഡല്ലേ ഇത്. ഐസൊലേഷൻ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. അയ്യോ, അൺസൈക്കോപ്പെട്ടു. 3 of Swords. ഈ ഒരു കാർഡും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു 3 of Swords. എന്തൊരു എന്താ, 3 of Swordsൻ്റെ എനർജി ഭയങ്കര ഹെവി എനർജിയാണ്. നമുക്കറിയാം, ഇത് 3 swords നമ്മുടെ ചങ്കിൽ കുത്തി ഇറക്കുമ്പോൾ ഉള്ള ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഒരു പെയിൻ ഉള്ള ഒരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഭയങ്കരമായിട്ടും ഹെവി എനർജിയാണ് കേട്ടോ ഇത്. ആൾ കോംപ്രമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ റിലേഷനെ. നിങ്ങൾ ടിൻ ഫ്ലെയിംസ് ആയിരിക്കാം മിക്കവാറും. ടിൻ ഫ്ലെയിം ജേണിയാണ്. നിങ്ങൾക്ക് സംഹൗ നിങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾ തയ്യാറാവുന്നില്ല. ബിക്കോസ് ആളുടെ ഈഗോ കൊണ്ടായിരിക്കാം ആളത് അക്സെപ്റ്റ് ചെയ്യാത്തത്. അല്ലാതെ വേറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇവൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല എങ്കിലും കോംപ്രമൈസ്. ഇവിടെ ആക്ച്വലി ഈ ഒരു വ്യക്തി ഭയങ്കര ഹേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുകയാണ്. ഉറപ്പായിട്ടും ചിലപ്പോഴാണ് ഈ ഒരു വ്യക്തി കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളൊരു എനർജിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഇനി വഴക്കും പ്രശ്നങ്ങളും ഒന്നും വേണ്ട, ഒരു പുതിയൊരു തുടക്കം നമുക്ക് ചെയ്യാം. ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 2 കാർഡ്സ് ന്യൂ ബിഗിനിങ്ങിൻ്റെയാണ്. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് സോഴ്സും. രണ്ടും എന്താ പറയുക, ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഐസൊലേഷൻ ഫേസ് ആണ്. അപ്പം ഈ ഒരു ഫേസിൽ കൂടി കടന്നു പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഇവർ തിരിച്ചു വരുന്ന ടൈമിൽ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ആയിരിക്കും നിങ്ങളുടെ റിലേഷനിൽ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹമായിരിക്കും, വല്ലാത്തൊരു ബോണ്ടായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സെപ്പറേഷൻ ഫേസിലേക്ക് പോകും, വീണ്ടും തിരിച്ചു വരുമ്പം അങ്ങനെ ഒരു വഴക്കോ അടിയോ പ്രശ്നങ്ങളോ നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. വല്ലാത്തൊരു ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരിക്കും ക്രിയേറ്റ് ആകാൻ പോകുന്നത്. ഇതിനു മുമ്പ് വഴക്കുണ്ടാക്കിയതിനെ കഴിഞ്ഞ് നല്ലൊരു ബോണ്ട് ഇവിടെ ക്രിയേറ്റ് ആവും. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജികൾ അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഈ കോംപ്രമൈസിൻ്റെ കാർഡും അത് തന്നെയാണ് കാണുന്നുള്ളത്. നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിലേഷനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഈ റിലേഷനിൽ നിന്ന്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ 2 പേര് കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻഡക്കിളും ക്യൂൻ ഓഫ് പെൻഡക്കിളും ആണ് വന്നിട്ടുള്ളത്. അപ്പം ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. DF ഡിവൈൻ മസ്കുലൻ ഡിവൈൻ ഫെമിനൻ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ടിൻ ഫ്ലെയിം ജേർണിയിലേക്കാണ്. ടിൻ ഫ്ലെയിംസിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഒരു 90% ഈ റീഡിങ് കോസ് ടു ടിൻ ഫ്ലെയിംസ്. ബാക്കി 10% ആണ് ബാക്കിയുള്ളവർക്ക് റീഡിങ്സ് വരുന്നുള്ളത്. കാരണം ഇത് ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ് കണക്ഷനാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നമുക്കൊരു ഗൈഡൻസ് നോക്കാം. ഈ ഒരു റീഡിങ്സിന് വേണ്ടിയിട്ടൊരു ഗൈഡൻസ് വേണം. നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങൾക്കാണ് ആ ഒരു ഗൈഡൻസ് വേണ്ടത്. ഗൈഡൻസ് പ്ലീസ് ഡിവൈൻ. ഈ മൊമെൻറ്റിൽ എൻ്റെ വ്യൂവേഴ്സ് എന്ത് ചെയ്യേണ്ടത്? അയ്യോ, ലോർഡ് ഹനുമാൻ ഡെഡിക്കേഷൻസ്. ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു ലോർഡ് ശിവ ആസ് യു അണ്ടർടേക്ക് യുവർ ആൻഡ് യു അപ്രോച്ച് ദം ടു ഹോണസ്റ്റി, ഇൻറ്റിഗ്രിറ്റി, പ്യൂരിറ്റി ഓഫ്. സോ നിങ്ങൾ ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആവുക, അലൈൻ ആവുക എന്നുള്ള ഗൈഡൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് ഞാൻ ഈ കാർഡ്സ് കണ്ടപ്പോഴേ ഇനി ലോങ് ജേർണി എന്നുള്ള രീതിക്ക് വരാൻ പോവുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. ലോർഡ് ഹനുമാൻ ഡെഡിക്കേഷൻ എന്നാണ് പറയുന്നുള്ളത്. അതായത് രാമൻ്റെ അടുത്ത് ഹനുമാൻ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ അതുപോലൊരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അത്രയും ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാവണം എന്നാണ് ഈ ഒരു ഗൈഡൻസ് കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ഒരു കാർഡ്സിൻ്റെ മീനിങ് അല്ല പറഞ്ഞത്, പകരം ഈ റീഡിങ്സിൻ്റെ ഓവറോൾ എനർജീസിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് തന്നിട്ടുള്ളത്. സോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കാമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക,
ഡൗൺ ആകാൻ പാടില്ല. ബിക്കോസ് ഇവിടെ മൗണ്ടൻസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. കാരണം എന്തൊക്കെ ചാലഞ്ചസും എന്തെങ്കിലും ബ്ലോക്കേജസ് വന്നാലും നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ എപ്പോഴും ഒരു മൗണ്ടൻസിനെ പോലെ ഇരിക്കുക. മൗണ്ടൻസ് കണ്ടിട്ടില്ലേ, വലിയ വലിയ മലകൾ. അപ്പം ഇതിലൊക്കെ വലിയ വലിയ അറ്റാക്കുകൾ വന്നാലും അതൊക്കെ എന്താണ്, അതിനെ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പം ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ എത്രയൊക്കെ ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ അതിനെയൊക്കെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ചാലഞ്ചസിന് വേണ്ടിയിട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളൊരു ഗൈഡൻസാണ് ഇവിടെ ഡിവൈൻ തരുന്നുള്ളത്. നന്നായിട്ട് നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണ്, നിങ്ങൾ ചിലപ്പോൾ കൃഷ്ണനിലായിരിക്കാം ട്രസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ യൂണിവേഴ്സിൽ ഡയറക്റ്റ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ലോർഡ് ശിവയിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ ഏതാണെങ്കിലും ആ ഒരു ഡിവൈൻ പവറിൽ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആവുക. നിങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ ലൈഫിനെ അവർക്ക് സറണ്ടർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.